ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. സ്നേഹമുള്ളവരെ, കേരളത്തിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം കഴിഞ്ഞ 40 വർഷങ്ങളിലൂടെ ഏറെ വളർന്നു കഴിഞ്ഞു. ഇന്ന് നവീകരണത്തിന് എല്ലാ സംവിധാനങ്ങളുമുണ്ട്, ശുശ്രൂഷകരുണ്ട്, കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് ആശ്രയിക്കാൻ മറ്റൊന്നുമില്ലാത്ത, ദൈവമല്ലാതെ ആശ്രയിക്കാൻ മറ്റൊന്നുമില്ലാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നവീകരണ സമൂഹത്തെ നയിച്ച മുൻകാല KST ചെയർമാന്മാരുടെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്ന പ്രോഗ്രാമാണല്ലോ മോസസ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ 1981 മുതൽ കേരള നവീകരണത്തിലെ ചെയർമാനായിരുന്ന എബ്രഹാം പള്ളിവാതുക്കലച്ചൻ തൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചു. ഈ അവസാനത്തെ എപ്പിസോഡിൽ ജൂബിലിയിലേക്ക് നീങ്ങുന്ന കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് ഏതൊക്കെ മേഖലകളിൽ ഒരു തിരിഞ്ഞുനോട്ടമുണ്ടാവണം, നവീകരണത്തിന് തന്നെ മറ്റൊരു നവീകരണം ഇന്ന് ആവശ്യമായിരിക്കുന്നു എന്ന വിലപ്പെട്ട സന്ദേശം നമ്മോട് പങ്കുവയ്ക്കുന്നു. ഹൃദയപൂർവ്വം നമുക്ക് ഈ എപ്പിസോഡിൽ എബ്രഹാം പള്ളിവാതുക്കലച്ചൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കാം. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് ഒരു ജനതയെ ഒന്നായി പുതിയൊരു സെഹ്യോൻ അനുഭവത്തിലേക്ക് ആനയിച്ച ഒരു ഈശോ സഭാ വൈദികൻ ഫാദർ എബ്രഹാം പള്ളിവാതുക്കൽ. ലോകമെങ്ങും കത്തിപ്പടർന്ന സുവിശേഷാഗ്നിയെ പരിശുദ്ധാത്മാഗ്നിയോട് ചേർത്ത് ഉജ്ജ്വലിപ്പിച്ച അഭിഷിക്തൻ. പരിശുദ്ധാത്മാവ് തിരുസഭയിൽ സംസാരിക്കുന്നത് ശ്രവിക്കുവാൻ കരമുയർത്തി സ്വർഗത്തിലേക്ക് നോക്കിയ ഒരു മാർഗദർശി. കൊല്ലം ബിഷപ്പായിരുന്ന ബഹുമാനപ്പെട്ട ജെറോം പിതാവിൻ്റെയും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തുരുത്തിമറ്റത്തിൽ അച്ഛൻ്റെയും കാലടിപ്പാടുകളെ പിന്തുടർന്ന് നവീകരണ വഴിയെ സഞ്ചരിച്ച ഈ വൈദികൻ 1981 മുതൽ കേരള സർവീസ് ടീമിൻ്റെ ചെയർമാനായി സേവനം ചെയ്തു. KST എന്ന ഈ ആത്മീയ മുന്നേറ്റത്തിന് തനതായ ശൈലിയും അടിസ്ഥാന പ്രവർത്തന രീതിയും തയ്യാറാക്കുന്നതിൻ്റെ മുഖ്യ പങ്കുവഹിച്ചത് ഈ വൈദികനായിരുന്നു. KSTയുടെ ആസ്ഥാനമായ കളമശ്ശേരിയിലെ എമ്മാവൂസിൻ്റെ ആരംഭവും ജീസസ് യൂത്ത് എന്ന യുവജന മുന്നേറ്റത്തിൻ്റെ മുഖ്യ മാർഗദർശിയും ഈ അഭിഷിക്തനായിരുന്നു. ഇന്ന് മലയാളികൾ നേതൃത്വം കൊടുക്കുന്ന നവീകരണ മുന്നേറ്റ പ്രസ്ഥാനങ്ങളുടെയെല്ലാം അടിസ്ഥാന പ്രവർത്തന ശൈലിക്ക് കാലങ്ങൾക്കു മുൻപേ ദിശാബോധം നൽകിയത് ഈ പുരോഹിതന്റെ ദീർഘവീക്ഷണം അതൊന്നു മാത്രമായിരുന്നു. തൻ്റെ യുവത്വത്തിലെ എല്ലാ കഴിവുകളും നവീകരണ സമൂഹത്തിൻ്റെ രൂപീകരണത്തിനായി സമർപ്പിച്ച് ഇന്നും അതിൽ ഊർജ്ജസ്വലതയോടെ നിലനിൽക്കുന്ന പള്ളിവാതുക്കൽ അച്ഛൻ തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനന്ത നന്മയെ നമുക്ക് മുൻപിൽ സ്മരിക്കുന്നു. അച്ഛ, എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അച്ഛനറിയാമല്ലോ, ഇത് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. 1967 ആരംഭിച്ച കരിസ്മാറ്റിക് നവീകരണം 2017 ആകുമ്പോൾ 50 ആണ്ടുകൾ സഭയിൽ പിന്നിടുകയാണ്. തീർച്ചയായിട്ടും ജൂബിലിയിലേക്ക് കരിസ്മാറ്റിക് നവീകരണം നടന്നെടുക്കുകയാണ്. കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണം 40 കൊല്ലങ്ങളായി വളരെ സജീവമാണ് കേരളത്തിൽ. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം ഇന്ന് അതീവ സമ്പന്നമാണ്. 100-ലധികം ധ്യാന കേന്ദ്രങ്ങൾ, നിരവധി ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, ആയിരക്കണക്കിന് പ്രേക്ഷിതർ, കർത്താവിന് വേണ്ടി സമയം മാറ്റിവെക്കുന്ന പ്രേക്ഷിതർ, വചന ശുശ്രൂഷകർ, കൗൺസിലേഴ്സ്. ഇങ്ങനെ കേരളത്തിൽ ഇന്ന് കരിസ്മാറ്റിക് നവീകരണം വളരെ സമ്പന്നമാണ്. ഇടവകകളിൽ പ്രാർത്ഥനാ സമൂഹങ്ങൾ, നവീകരണ സംവിധാനങ്ങൾ, രൂപതകളിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന്
ഡയറക്ടർമാർ, മെത്രാൻ സമിതിയുടെ തലത്തിലാണെങ്കിലും കേരളത്തിലേക്ക് ബിഷപ്സ് കോൺഫറൻസ് കരിസ്മാറ്റിക് നവീകരണത്തിന് വേണ്ടി ഒരു കമ്മീഷൻ, കമ്മീഷൻ പിതാക്കന്മാരുടെ സഹകരണം, സേവനം, ഇങ്ങനെ എല്ലാ തലത്തിലും കരിസ്മാറ്റിക് നവീകരണം സമ്പന്നമാണ്. ആദ്യകാലം മുതൽ ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ആളെന്ന വണ്ണവും, പ്രത്യേകിച്ച് ആദ്യത്തെ 1981 മുതലുള്ള ഒരു 6-7 കൊല്ലക്കാലം ഇതിൻ്റെ ചെയർമാൻ എന്ന വണ്ണവും അന്ന് മുതൽ അച്ഛൻ നവീകരണത്തിന് കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇന്ന് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ദൈവത്തിന് നന്ദി പറയാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അത്രയധികമായിട്ട് നവീകരണത്തിലൂടെ കർത്താവ് നമ്മെ വളർത്തിയിട്ടുണ്ട്. പ്രാർത്ഥനാനുഭവവും ദൈവാനുഭവവും കൂട്ടായ്മയുടെ അനുഭവവും വചനബദ്ധമായ ജീവിതവുമൊക്കെ. പക്ഷേ എനിക്കൊരു പക്ഷേ പറയാനുണ്ട്. നമ്മൾ ഡെപ്തിൽ വളർന്നിട്ടില്ല, ആഴത്തിൽ വളരേണ്ടതുണ്ട്. വചനബദ്ധമായ ജീവിതം നയിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വചനം കേട്ടത് കൊണ്ടോ വചനത്തെ സ്വാംശീകരിച്ചത് കൊണ്ട് പോരാ, വചനം അനുസരിച്ച് ജീവിച്ചു തുടങ്ങണം. വിശുദ്ധ അന്തോനി കുർബാനയുടെ സമയത്ത് വായിക്കുന്ന കേട്ട്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരിക. ഇറങ്ങി പുറപ്പെട്ടു, കേട്ടു ചെയ്തു. ആ രണ്ടാമത്തെ ഭാഗം ഇവിടെ കുറവാണ്. നമ്മൾ കേൾക്കുന്നവരാണ്. നമ്മുടെ മാത്യു സാറിൻ്റെ ഓർമ്മയുണ്ടായിരിക്കും. അദ്ദേഹം ഒരിക്കൽ പലയിടത്തും പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഒരു കൊച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരുപാട് ചെവികൾ അവിടെ ഒരു കബ്ബോർഡിലിരിക്കുന്നു. അപ്പോൾ കൊച്ചു ചോദിച്ചു, കർത്താവേ ഇതെന്താണ് ഈ ചെവികളെല്ലാം കൂടി? അതേ ഈ വചനം കേട്ടവരുടെ ചെവികളാണ് എന്ന് പറഞ്ഞ പോലെ കേരള സഭയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വചനബദ്ധമായ ജീവിതം നയിക്കുന്നത്. ഇതിപ്പോൾ എത്രയോ സെൻറ്റേഴ്സ് നമുക്കുണ്ട്, എത്രയോ കൺവെൻഷനുകൾ നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും വഞ്ചി തിരുനക്കരെ തന്നെ എന്ന് പറയുന്ന ആ ഫാഷനിലാണ് നമ്മുടെ പലരുടെയും പോക്ക്. അതിനൊരു വ്യതിയാനം ഉണ്ടാവണം. ഇത് സംഭവിക്കേണ്ടത് വ്യക്തിപരമായ സമീപനങ്ങളിലൂടെയാണ്. നവീകരണം ശക്തി പ്രാപിച്ചത് കൺവെൻഷനുകളിലൂടെയും അല്ലെങ്കിൽ ധ്യാനങ്ങളിലൂടെയും അല്ല, വ്യക്തിപരമായ പേഴ്സണൽ കോണ്ടാക്റ്റിലൂടെയാണ്. കൂട്ടായ്മകളും കോണ്ടാക്റ്റും. മനസ്സിലായോ? അതിൻ്റെ അഭാവം ഇന്ന് വളരെയധികം ഉണ്ട്. പ്രാർത്ഥനാ ഗ്രൂപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഒന്ന് ഷെയർ ചെയ്യാനോ ഒന്ന് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറയാനോ ഒരു അവസരമില്ല. അതുകൊണ്ട് പല ആളുകളും വചനം കേട്ട് തിരിച്ചു പോകുന്നൊന്നുമില്ല. അതിനൊരു മാറ്റം ഉണ്ടാകണം. ഞാൻ മുമ്പേ കുർബാനയുടെ കാര്യം സൂചിപ്പിച്ചു. കുർബാനയുടെ അവസാനം ഈശോ പറയുന്നു, മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്പമായി തീർന്നില്ലേ, ഭക്ഷണമായി തീർന്നില്ലേ? എൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. ഓരോ കുർബാനയുടെയും മെസ്സേജ് അതാണ്. ദിവംഗതനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് അതാണ്. ഓരോ കുർബാന കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ പുതിയ മനുഷ്യരായി ഇറങ്ങി പുറപ്പെടണം. അപ്പമാകുന്ന അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് പിതാവ് പറയുന്നത്, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യമായി അവതരിക്കണം. എന്തുമാത്രം അവതരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നവീകരണക്കാരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യമായി അവതരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യങ്ങൾ പോലും പരിമിതിപ്പെടുത്തിക്കൊണ്ട് ആവശ്യക്കാരനെ സഹായിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ദൈവവചനം നാം കേൾക്കുന്നവർ മാത്രമാകാതെ ദൈവസന്നിധിയിൽ അത് അനുവർത്തിക്കുന്നവരുമാകണമെന്ന് പള്ളിവാതുക്കലച്ചൻ നമുക്ക് പറഞ്ഞു തരുന്നു. വചനം നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ അത് ഫലം ചൂടുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുക. നിരന്തരമായ വചനധ്യാനവും അതനുസരിച്ചുള്ള അനുദിന ജീവിതവുമാണ് ഒരു നവീകരണ സമൂഹത്തിന്റെ കരുത്തെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ഒരു അച്ഛൻ ഇന്നത്തെ കാലഘട്ടത്തെ പഠിക്കുന്നയാളും കൂടിയാണ്. നമുക്ക് ഇന്ന് എങ്ങനെ നമുക്ക് ഇതിനെ ആഴപ്പെടുത്താൻ, നവീകരണം കണ്ടമാനം പരന്നു കഴിഞ്ഞു, ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിതിനെ ആഴപ്പെടുത്താൻ അച്ഛൻ്റെ മനസ്സിലുള്ള ചില ചിന്തകൾ, അച്ഛനെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്ന ചില ചിന്തകൾ.
നവീകരണത്തിൽ നമ്മുടെ സ്ഥായി ഘടകങ്ങൾ പരിശീലിക്കുക. ആന്തരികതയില്ലാതെ വരുമ്പോഴത്തേക്കാണ് ഉപരിപ്ലവമായ ജീവിതം ഉണ്ടാകുന്നത്. ആന്തരികതയുടെ അഭാവമാണ് ഇന്ന് കേരളത്തിലെ നവീകരണത്തിലുള്ളത്. ആന്തരികതയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നവീകരണത്തിലെ സ്ഥായി ഘടകങ്ങൾ, അല്ലെങ്കിൽ 6 പില്ലേഴ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതാണ്. അത് പരിശീലിക്കുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ടാകണം. സെൽ ഗ്രൂപ്പുകളായിരിക്കാം, പ്രാർത്ഥനാ ഗ്രൂപ്പുകളായിരിക്കാം. പരിശീലിച്ചാൽ മാത്രം പോരാ, എവിടെയെങ്കിലും ആരെങ്കിലും ഒരാളുമായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എൽഡർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പാസ്റ്റർ ഉണ്ടായിരിക്കണം. ഇങ്ങനെ വ്യക്തിപരമായ ബന്ധത്തിലൂടെ വളരുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാകണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവിതത്തിൽ ഡിസിപ്ലിൻ വരണം. അടുക്കും ചിട്ടയില്ലാതെ വാരി വലിച്ച ജീവിതം. ഇന്ന് നവീകരണക്കാർ പലരും എനിക്കറിയാം, ഇപ്പം അവധിക്കാലമാണ്, സ്കൂളിൽ ഉള്ള സമയത്ത് പിള്ളേരെ പള്ളിയിൽ കൊണ്ടുവരാൻ പ്രയാസമാണ്. അപ്പനമ്മയും പള്ളിയിൽ വരുന്നുണ്ട്. ഇപ്പോഴവരെന്താ പലരും പറയുന്നത്, പിള്ളേരെ സ്കൂളുണ്ടായിരുന്ന സമയത്ത് ഉറക്കം പോയിട്ടില്ലേ, അതുകൊണ്ട് ഈ 2 മാസം സുഖമായിട്ട് കിടന്നുറക്കട്ടെ. ആ ഒരു മനോഭാവമാണ് ഇന്ന് നവീകരണക്കാർക്കുള്ളത് പലർക്കും. ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ആൾക്കാർ കുർബാനയ്ക്ക് കാശ് കൊണ്ടുവരും. കാരണം മറ്റു പള്ളികളിൽ കൊടുത്താൽ 1 മാസമൊക്കെ കാത്തു നിൽക്കേണ്ടി വരും അവരുടെ ഡേറ്റ് ആകുന്നതിന്. അപ്പോൾ അതുകൊണ്ട് ഈ മരിച്ചവരുടെ അന്ന് അതേ ദിവസം തന്നെ ചെല്ലാനായിട്ട് ഞങ്ങളിപ്പോൾ 6-7 അച്ഛന്മാരുള്ളത് കൊണ്ട് അവിടെ കൊണ്ടുവരും. കുർബാനയ്ക്ക് വരുമ്പോഴത്തേക്ക് ഈ പൈസ തന്നവന്മാരെ കാണുകയില്ല, പള്ളി വരികയില്ല. അവരുടെ കടമ കഴിഞ്ഞു. അച്ഛന് പൈസ കൊടുത്ത് 50 രൂപ 75 രൂപ കൊടുത്തുകൊണ്ട് തീർന്നു. അല്ലെങ്കിൽ അവർ മാത്രം വരും, വിശ്വ കുർബാന സ്വീകരിക്കുകയില്ല. അതുമല്ലെങ്കിൽ വന്ന് നോക്കി നിർണയിച്ച് പോകും, കുട്ടികളെ കൊണ്ടുവരികയില്ല. അപ്പോൾ ഞാനിത് പല പ്രാവശ്യം കണ്ട് സഹി കേട്ടിട്ട് ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ചാത്തം നമ്മുടെ പിള്ളേർ ആഘോഷിക്കുന്ന ബാറിലായിരിക്കും എന്ന് പറഞ്ഞു. അതായത് പിള്ളേർ എഴുന്നേറ്റ് വരുമ്പോൾ തീരും കുടിയും സുലഭമാണ് വീട്ടിൽ. അതാണ് ചാത്തം എന്ന് പറയുന്ന അവർ മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ അധപതിക്കുന്നുണ്ട്. ചട്ടപ്പടി ഈ നവീകരണവും ഈ രീതിയിൽ പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ശരിക്കും ഒരാൾ നവീകരണ ധ്യാനം കൂടിയാൽ അയാളൊരു അച്ചടക്കമുള്ള, ആധ്യാത്മിക അച്ചടക്കമുള്ള ഒരു ജീവിതത്തിലേക്ക് അയാൾ പ്രവേശിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ പക്വതയിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. സുവിശേഷ ശുശ്രൂഷ എന്നത് വെറുമൊരു പ്രവൃത്തിയല്ല. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നമ്മുടെ നാഥിനു വേണ്ടി നേടുന്ന യുഗാന്ത്യ ശുശ്രൂഷയാണ്. ഇതിന് ഏറെ ഫലമുണ്ടെന്ന് നാം തിരിച്ചറിയുക. ഈ ദിവ്യമായ ശുശ്രൂഷയ്ക്ക് വേണ്ട പക്വതയും തീഷ്ണതയും സമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വേണ്ടത്ര ഫലദായകമാകൂ എന്ന് നാം തിരിച്ചറിയുക. ദൈവം വിളിച്ചു വേർതിരിച്ച സമൂഹമാണ് നവീകരണ സമൂഹം. അതിനാൽ തന്നെ ആ ഗൗരവം ഈ സമൂഹത്തിലെ അംഗങ്ങൾ പുലർത്തുക തന്നെ ചെയ്യണമെന്ന് അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതെ, ഇത് ആത്മാക്കളെ കൊയ്തെടുക്കുന്ന യുഗാന്ത്യ ശുശ്രൂഷയാണ്. അതീവ ഗൗരവമേറിയ സ്വർഗീയ പദ്ധതിയാണ്. ഓരോ ശുശ്രൂഷകനും ഈ അഭിഷേകത്തിൻ്റെ ദൈവിക കൈവെപ്പ് ഏറ്റുവാങ്ങിയവരാണ്. അച്ഛാ, ഈ നവീകരണത്തിൽ ദർശിച്ചിരുന്ന ഒരു നന്മയുണ്ട്. അതായത് അത് നേതൃത്വം കൊടുക്കുന്നവരാണെങ്കിലും ഒരു ധ്യാനം പ്രസംഗിക്കാനോ അതിനൊക്കെ പോകുന്നവരാണെങ്കിലും അത് വളരെ ഗൗരവത്തോടെയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് വലിയ കൂട്ടായ്മയിൽ, വലിയ സ്നേഹത്തിൽ. ഇപ്പോൾ ഒരാളൊരു പ്രേ ഗ്രൂപ്പ് ലീഡ് ചെയ്യാൻ ഒരാൾ പോകുന്നത് പോലും തലേ ദിവസം ചിലപ്പോൾ ഉപവസിച്ച് നാളെ 1 മണിക്കൂർ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡ് ചെയ്യണം. അതിന് പോകുന്നത് പോലും ദൈവത്തിൽ ആശ്രയിച്ച് ധാരാളം പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അങ്ങനെയാണ് അയാളത് ചെയ്യാൻ പോകുന്നത്. ധ്യാനം നടത്താൻ പോകുന്നയാളും ഇങ്ങനെ തന്നെ. അപ്പം ഇന്ന് ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യുന്നത് ലാഘവത്തോടെയാണോ എന്നൊരു സംശയം വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉപരിപ്ലവ മനോഭാവമാണ്, സൂപ്പർഫിഷ്യാലിറ്റിയാണ് ഇന്ന് നവീകരണത്തെ കരണ്ട് തിന്നുന്ന ഒരു രോഗം. അത് ഉപരിപ്ലവത്വം. നമ്മൾ ചട്ടപ്പടി ജോലി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ആന്തരികതയില്ലാതെ
127-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്ന, കർത്താവ് വീട് പണിയുന്നില്ല എങ്കിൽ വീട് പണിയുന്നവൻ വൃഥാവിൽ പണിയുന്നു. ഷാജി പറഞ്ഞ ഉപവാസവും ഒരുക്കവും ഒക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്ന് നഷ്ടപ്പെട്ടു പോയി. മനസ്സിലായി? അപ്പോൾ അതിലേക്ക് നമ്മൾ ഊന്നൽ കൊടുക്കണം. വീണ്ടും ദൈവത്തോടുകൂടി വസിക്കാനും ദൈവം അഭിലഷിക്കുന്ന രീതിയിൽ ജീവിക്കുവാനും നാം ആൾക്കാരെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അച്ഛാ, ഈ ജൂബിലി ഏതായാലും നമ്മൾ ബൈബിളിൽ കാണുന്നതാണെങ്കിലും ജൂബിലി തിരിച്ചുപോക്കിൻ്റെ സമയമാണ്. അപ്പോൾ കരിസ്മാറ്റിക് നവീകരണം അതിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോഴും കരിസ്മാറ്റിക് നവീകരണം ഒരു തിരിച്ചുപോക്കിന് തയ്യാറാവണം. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ഏതൊക്കെ തലങ്ങളിൽ ഒരു തിരിച്ചുപോക്ക് ചിലപ്പോൾ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്ത വഴിയിൽ നമ്മൾ പലതും കൈമോശം നമുക്ക് വന്നിട്ടുണ്ടാവാം. അച്ഛനെന്ത് തോന്നുന്നു, ഈ നവീകരണം കേരളത്തിലെ നവീകരണത്തെക്കുറിച്ച് നോക്കുമ്പം എന്തിലേക്കൊക്കെ തിരിച്ചു പോകേണ്ടതുണ്ട്? നമ്മൾ നവീകരണത്തിന് തന്നെ ഒരു നവീകരണം വേണമെന്നാണ് ഇപ്പോൾ പറയേണ്ടത്. വാസ്തവത്തിൽ അതിന് വളരെ സഹായകമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിശുദ്ധ വർഷമായിട്ട് ഫ്രാൻസിസ് പിതാവ് 2016 പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ ഡിസംബർ 8-ാം തീയതി മുതൽ, ഡിസംബർ 8-ാം തീയതിയുടെ പ്രത്യേകത 2015 ഡിസംബർ 8-ാം തീയതി ആകുമ്പോഴത്തേക്ക് വത്തിക്കാൻ സുനോദോസ് കഴിഞ്ഞിട്ട് 50 വർഷമായി. ഇത് അന്ന് ആരംഭിക്കുന്ന വിശുദ്ധ വർഷം നവംബർ 10-ാം തീയതി ക്രിസ്തുരാജ തിരുനാളിന് അവസാനിക്കും. ഈ 10 മാസങ്ങളിൽ കർത്താവിൻ്റെ കരുണയും ആർദ്രതയും സ്നേഹവും പരിശീലിക്കാനുള്ള, ഇൻറ്റൻസീവായിട്ട് പരിശീലിക്കാനായിട്ടുള്ളൊരു സമയമായിട്ട് പരിശുദ്ധപിതാവ് തന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ നവീകരണത്തിന് വളരെ ശക്തമായ ഒരു പ്രേരണയാണ്, ഒരു പ്രചോദനമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. നമ്മൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് ക്രിയാത്മകമായിട്ട് പ്ലാൻ ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നവീകരണത്തിലെ ഇന്നത്തെ അലസതയും ഉപരിപ്ലവത്വവും ഒക്കെ മാറും. അതെ, വിശുദ്ധ വർഷത്തിനായി നാം ഒരുങ്ങുക. അനുദിനം വിശുദ്ധിയിൽ വളർന്ന് കരുത്തരാകുവാൻ തിരുസഭ നമ്മെ വിളിക്കുന്നു. കൂദാശ ജീവിതവും തിരുസഭാ സ്നേഹവും ഇതിനായി നാം ശീലിക്കുക. തിന്മ പെരുകുന്ന ഈ ലോകത്ത് വിശുദ്ധിയുള്ള ജീവിതം കൊണ്ട് മാത്രമേ ശുശ്രൂഷ ചെയ്യുവാൻ നാം ചുവടുകൾ വയ്ക്കേണ്ടതുള്ളൂ എന്ന് തിരിച്ചറിയുക. അച്ഛനറിയാമല്ലോ, ഇന്ന് ഇപ്പോൾ കരിസ്മാറ്റിക്കാരെ അല്ലെങ്കിൽ ഒരാളെ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് ഇന്ന് കൊണ്ടുവരുന്നത് ധ്യാന കേന്ദ്രങ്ങളാണ്. അവിടെയാണ് ആളുകൾ പോയി കരിസ്മാറ്റിക് ധ്യാനം കൂടി വരുന്നത്. ഈ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളോട് അവിടെ നിന്നാണ് കരിസ്മാറ്റിക്കുകാർ ജനിക്കുന്നത് എന്ന അർത്ഥത്തിൽ അച്ഛൻ ഒരു ആദ്യകാല കരിസ്മാറ്റിക് ധ്യാനഗുരു എന്നാണ്. അച്ഛൻ കരിസ്മാറ്റിക് ധ്യാനഗുരുവായിരുന്നു. അച്ഛൻ ധ്യാനത്തിൽ വളരെ കൃത്യമായ വിഷയങ്ങളും ഒക്കെ വെച്ച് അച്ഛൻ ധ്യാനഗുരുവായിരുന്നു. അപ്പോൾ ഒരു കരിസ്മാറ്റിക് ധ്യാനഗുരു എന്ന പേരിൽ ഇന്നത്തെ ധ്യാന കേന്ദ്രങ്ങളോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ധ്യാന കേന്ദ്രങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് സെൻസ് ഓഫ് ബിലോങ്ങിങ് ആണ്. സഭയുടെ പ്രവർത്തന മേഖലകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യത്തോടുകൂടി ആ സഭയോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനും സഭയുടെ കാഴ്ചപ്പാടോടുകൂടി വിഷനോടുകൂടി മുന്നോട്ട് പോകാനും തയ്യാറാവണം. അവിടെ പിന്നെ സ്വാർത്ഥതയും മമതയും സ്ഥാപിത താല്പര്യങ്ങളൊന്നുമില്ല. എൻ്റെ സെൻറ്റർ വളരണം ഇല്ല. അപ്പോൾ നമ്മൾ സംഘടിതമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, എളിമയോടും വിനയത്തോടും കൂടി നമ്മുടെ ഓരോരുത്തരുടെയും സംഭാവന നൽകുക. സംഭാവന എന്ന് ഞാൻ പറയുമ്പോൾ സാമ്പത്തികമല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം നമുക്ക് തന്ന എല്ലാം സമർപ്പിക്കണം പൂർണ്ണമായിട്ടും. അപ്പം അങ്ങനെ സംഘടിതമായിട്ട് ഒരുമിച്ച് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ആ ഒരു മനോഭാവം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അച്ഛൻ ഇന്ന് അച്ഛനൊരു ആദ്യകാല കരിസ്മാറ്റിക് ലീഡർ എന്ന വണ്ണം അച്ഛനെ നോക്കിയാൽ കാണാൻ പറ്റും ഒത്തിരി ആളുകൾ കരിസ്മാറ്റിക് നവീകരണത്തിൽ വളരെ താല്പര്യത്തോടെ നിന്ന് ധാരാളം ആളുകൾ ഇന്ന് നിസ്സംഗതയോടെ നിൽക്കുന്നുണ്ട്. ഒന്നുകിൽ അവരുടെ റോള് കഴിഞ്ഞെന്നോ
അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഈ ആധുനിക തലമുറയുടെ രീതികൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു കരിസ്മാറ്റിക് നവീകരണത്തോട് ചേർന്ന് നിൽക്കുന്നതോടൊപ്പം തന്നെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്നവരുണ്ട്. ഈ ഒരു ജൂബിലി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിൽക്കേണ്ട ഒരു സമയമാണെന്ന ഒരു ചിന്തയിൽ എങ്ങനെ നമുക്ക് ഒരുമിക്കാൻ കഴിയും? അവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ മനോഭാവത്തിലേക്ക് പോകേണ്ടത്. 99 ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയതിനെ അന്വേഷിച്ച് പോകുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ മനോഭാവത്തോടു കൂടി നാം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിനൊരു പ്രതിവിധി ഉണ്ടാകും. ഒരു കാര്യം തീർച്ചയാണ്, നമ്മളിൽ നിന്ന് വിട്ടുപോയ ആൾക്കാർ ചീത്ത മനുഷ്യരായിട്ട് പോയതല്ല. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അവരോട് കൂടി ഇരുന്നു കൊണ്ട് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഒരു സഹായകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ അവരെയും തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് എൻ്റെ അനുഭവത്തിലുള്ളതാണ്. ജീസസ് യൂത്തിൽ ഉണ്ടായിരുന്ന പല സീനിയർ ലീഡേഴ്സും ഇന്നിപ്പോൾ പ്രവർത്തനരഹിതരായിട്ട് ജീവിക്കുന്നു. കണ്ണൂരും വേറെ 2-3 സ്ഥലങ്ങളിലുമൊക്കെ ഞാൻ ആളുകളെ വിളിച്ചു കൂട്ടി അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ അവിടെ ചെന്നു. അപ്പോൾ ഇറങ്ങിച്ചെന്ന് കൂടെ ഇരുന്നാൽ എല്ലാവരും തിരിച്ചു വരും. കോട്ടയത്ത് അതുപോലെ തന്നെ ഇത് ഈ സ്തംഭിച്ച് നിന്ന ചില ആൾക്കാരുണ്ട്, പാരലൈസ്ഡ് ആയതുപോലെ. അവരൊക്കെ തിരിച്ചു വന്ന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് മനുഷ്യന് വേണ്ട അറ്റൻഷനാണ്. തനിക്ക് അറ്റൻഷൻ തന്നില്ല എങ്കിൽ കുറേ കഴിയുമ്പോൾ താനങ്ങ് മാറിപ്പോകും. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ സമയം, ആ സ്നേഹം, ദൈവകൃപ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ നാം തയ്യാറാവണം, ഇറങ്ങിച്ചെല്ലണം. വ്യക്തിപരമായ കോണ്ടാക്റ്റിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി ചോദിക്കേണ്ടത്, ഇന്നിപ്പോൾ നമ്മളത് പറയാതെ പോകുന്നതും ശരിയല്ല. കാരണം ഇന്ന് കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് ഏത് വേദിയിൽ പറഞ്ഞാലും സഭയുടെ ഹൈറാർക്കിയുടെ ഭാഗത്തു നിന്ന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് സെക്റ്റുകൾ. കരിസ്മാറ്റിക് സെക്റ്റുകൾ. അത് കേരളത്തിൽ അത് അങ്ങനെയായി എന്ന് ചില സെക്റ്റുകളായിട്ടൊക്കെ കരിസ്മാറ്റിക് നവീകരണം മാറി. ശരിക്കും ഇത് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ദൗത്യത്തിൽ നിന്നും നമ്മൾ വഴിമാറിയതിൻ്റെ ലക്ഷണമല്ലേ ഈ സെക്റ്റുകളായി? എന്തുകൊണ്ടാണ് അങ്ങനെ സെക്റ്റുകളാകാൻ കാരണം വെച്ചാൽ? ഇതിൻ്റെ കാരണം ശരിക്കും പഠിക്കുകയാണ്, വ്യക്തിപരമായ ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ വലിയ ഇടവകളിലൊക്കെ 10,000-5,000 ആളുകൾ 2-3 കുർബാനയ്ക്ക് വന്നേച്ച് പരസ്പരം നോക്കാതെ പോലും പോകുന്നുണ്ട്. ഈ സെക്റ്റുകളിൽ 50-100 പേരൊക്കെ ഉള്ളൂ. വ്യക്തിപരമായ കോണ്ടാക്ട്സ് ഉണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ആവശ്യക്കാരനെ സഹായിക്കുന്നുണ്ട്. അത് നടക്കുന്നില്ല. ഞാൻ സഭയോടൊത്ത് ചിന്തിക്കുക എന്നുള്ള ഈശോ സഭയുടെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് തിങ്കിങ് വിത്ത് ദ ചേർച്ച്. ഫ്രാൻസിസ് പാപ്പ വളരെ വ്യക്തമായിട്ട് പറയും, നാസ്തികൻ്റെ കൂടെ പോലും ഞാൻ ഇറങ്ങിച്ചെല്ലണം അവനെ നേടുന്നതിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നേടുന്നതിന് വേണ്ടി. ഇതുതന്നെയാണ് പൗലോസ്ലീഹ പറഞ്ഞതും. എല്ലാവരെയും ക്രിസ്തുവിന് വേണ്ടി നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. അപ്പോൾ അവരെ നമ്മൾ മാറ്റി നിർത്തുകയല്ല വേണ്ട, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ വിശ്വാസം കളഞ്ഞു കുളിക്കാനായിട്ടല്ല, ഇറങ്ങിച്ചെന്നിട്ട് സാവധാനത്തിൽ അവരെ സ്വാധീനിക്കാനായിട്ട് നമ്മൾ സംവിധാനങ്ങളുണ്ടാകണം. ഒരു കുസൃതി ചോദ്യമെന്ന് അച്ഛന് തോന്നും. അച്ഛന് ആദ്യകാലങ്ങളിൽ കരിസ്മാറ്റിക് നവീകരണം അങ്ങ് വളർന്ന കാലഘട്ടത്തിൽ അച്ഛൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു. അച്ഛനൊരു ഹീറോ ആകാമായിരുന്നില്ലേ? ആകാമായിരുന്നു. അവിടെ എൻ്റെ ആത്മാർത്ഥത എന്തായിരുന്നു? ഞങ്ങൾ ഈശോസഭയിൽ പറയും, അത് മയോരം ദേ ഗ്ലോറിയം ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ പാടുന്ന പാട്ടിൽ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥ. അപ്പോൾ ഞാൻ കൗൺസിൽ ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിലും ഞാൻ കർത്താവിനെയാണ് കാണിക്കുന്നത്, എന്നെയല്ല. ഞാനൊരു ഹീറോ ആകുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, കർത്താവിനെ ഉയർത്തിക്കാട്ടുക. ആ ഒരു മനോഭാവത്തിൽ വളരാനായിട്ട് തമ്പുരാൻ ഇന്നും കൃപ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ ഇന്നും നിലനിൽക്കുന്നത് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആളായിട്ട്. തീർച്ചയായിട്ടും. നമ്മുടെ വിധേയത്തിൽ പിതാവ്, മരിച്ചുപോയ വിധേയത്തിൽ പിതാവ് ഒരിക്കൽ ഒരു സ്റ്റേജിൽ വെച്ച് പറഞ്ഞു, ഒരു അബ്രഹാം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ജീസസ് യൂത്ത് മറ്റ് സെക്റ്റുകളിലേക്ക് പോയിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും നവീകരണത്തിൽ സഭയ്ക്ക്
സഭയ്ക്ക് വേണ്ടി രൂപപ്പെടേണ്ട, സഭയുടെ നവീകരണത്തിനായി ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കൂട്ടായ്മയുടെ വലിയ മനോഭാവം തന്നെയായിരുന്നു നവീകരണത്തിൽ വളരേണ്ടിയിരുന്നതും. അത് അങ്ങനെ വളർന്നെടുത്തൊക്കെ നവീകരണവും വളർന്നിട്ടുണ്ട്. ഏതായാലും ജൂബിലി ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ നമുക്ക് ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ, പല തലങ്ങളിൽ വന്നിട്ടുണ്ടാവാം, ചിന്തകളിൽ, പഠനങ്ങളിൽ ഒരുമിച്ചുള്ള നീക്കലൊക്കെ വന്നിട്ടുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ, അതെല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് റിപ്പയർ ചെയ്യേണ്ട സമയമല്ല. തീർച്ചയായിട്ടും ഫ്രാൻസിസ് പിതാവിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മൾ വളരണം. അദ്ദേഹം ഓരോ ദിവസവും കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നോക്കിയാൽ ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരുമായിട്ട് സ്നേഹപൂർവ്വം പെരുമാറുക, അതിലൂടെ അവരെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ ദിവസവുമുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത് നമ്മുടെ കാർമലിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും, വളരെ ആത്മാർത്ഥതയോടുകൂടി, നല്ല ഇടയ ഹൃദയത്തോടുകൂടി അദ്ദേഹം നാസ്തികനാണെങ്കിലും ലെസ്ബിയനാണെങ്കിലും ശരി തന്നെ അവരെ വിധിക്കാനുള്ള അവകാശം എനിക്കില്ല. മനസ്സിലായി? ഞാൻ അവരെ ഉൾക്കൊള്ളുന്നു. അതിലൂടെ സാവധാനം അവരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. ആ ഒരു മനോഭാവത്തിലേക്ക് ജൂബിലി വർഷത്തിൽ നാം വരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. തീർച്ചയായിട്ടും അച്ഛാ. കാരണം ജൂബിലി നമ്മളെ ഒന്നിപ്പിക്കാൻ തന്നെ വേണം. നമ്മളെ അച്ഛൻ നേരത്തെ പറഞ്ഞ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റിന്യൂവൽ നീഡ്സ് എ റിന്യൂവൽ. നവീകരണത്തിന് വീണ്ടും ഒരു നവീകരണം വേണം. ജൂബിലി അതിനുള്ളൊരു സമയമാണ്. നവീകരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു വീണ്ടും നവീകരണം, ഒരു പുനർനവീകരണം, കരിസ്മാറ്റിക് നവീകരണത്തിന് ആവശ്യമാണ്. തിരിഞ്ഞു നോക്കൽ ആവശ്യമാണ്, വിലയിരുത്തൽ ആവശ്യമാണ്. ഏറ്റവും അവസാനം അച്ഛൻ പറഞ്ഞ എവിടെയെങ്കിലുമൊക്കെ പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നവീകരണത്തിലെ എല്ലാവരും അതിന് റിപ്പയറിങ്, വീണ്ടും പുതുക്കി പണിയൽ കരിസ്മാറ്റിക് നവീകരണത്തിന് ആവശ്യമാണ്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മൾ പണ്ട് പാടിക്കൊണ്ടിരുന്ന പാട്ട് കർത്താവിൽ നിന്ന് ആശ്രയിക്കണം. അതൊക്കെ നമ്മൾ മറന്നുപോയി. ആ പഴയ പാട്ടുകളൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞു. അല്ല, പഴയ പാട്ടുകളോടൊപ്പം നമുക്ക് നഷ്ടപ്പെട്ടത് അതിൻ്റെ ചില ഭാവങ്ങളുമാണ്. കർത്താവിൽ ആശ്രയിക്കുക. പ്രിയമുള്ളവരെ, കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് ഈ ജൂബിലി നാളുകളിൽ ഒരു തിരിച്ചുവരവ് വളരെ ആവശ്യമാണ് എന്നുള്ള സന്ദേശവും നമ്മളുമായി പങ്കുവച്ചിട്ടാണ് ബഹുമാനപ്പെട്ട പള്ളുവാക്കലച്ചനുമായിട്ടുള്ള നമ്മുടെ ഈ അഭിമുഖം നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഈ 4 എപ്പിസോഡുകളിലൂടെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ തുടക്കം മുതലുള്ള അതിൻ്റെ വിവിധ വഴികളെക്കുറിച്ച് അച്ഛൻ വളരെ ആഴത്തിൽ നമ്മളോട് സംസാരിച്ചു. അച്ഛൻ്റെ വ്യക്തിപരമായ വളരെ ആഴമുള്ള ദൈവാനുഭവങ്ങൾ നാം കേട്ടു. ഇന്ന് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം എന്താകണം, ഇനി എന്തായാലേ കരിസ്മാറ്റിക് നവീകരണത്തിന് മുന്നോട്ട് പോകാനാവൂ എന്നുള്ള അച്ഛൻ്റെ ശക്തമായ ചില ചിന്തകൾ നമ്മളുമായിട്ട് അച്ഛൻ പങ്കുവച്ചു. എല്ലാ ശാലോം പ്രേക്ഷകരുടെയും പേരിൽ അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങളുമായി പങ്കുവച്ചതിന് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. താങ്ക് യു. വെൽക്കം. യു ആർ വെൽക്കം. ആർത്തുവരുന്ന തിരമാലകൾ പോലെ ജീവിതത്തിൽ ഉയർന്ന വെല്ലുവിളികളെ കർത്താവിൻ്റെ നാമത്തിൽ ശാന്തമാക്കിയ വൈദികൻ, കേരള കത്തോലിക്ക നവീകരണ സമൂഹത്തിന് സ്വന്തമായ ശൈലി രൂപീകരിക്കുവാൻ മുന്നിട്ടിറങ്ങിയ അഭിഷിക്തൻ. ജീവിതം മുഴുവൻ തൻ്റെ ആടുകൾക്കായി മാറ്റിവെച്ച ഇടയൻ, എന്നും തളരാതെ സഞ്ചരിക്കുന്ന ഈ തീഷ്ണതയുള്ള സുവിശേഷ വയലിലെ വേലക്കാരൻ്റെ കാലടിപ്പാടുകൾക്ക് നന്ദി. ഈ വൈദികനിലൂടെ തിരുസഭയ്ക്കും നവീകരണ സമൂഹത്തിനും ദൈവം ചൊരിഞ്ഞ അനന്തകൃപകൾക്കും ദൈവസന്നിധിയിൽ നന്ദി. വരൂ, നമുക്കും ഈ കാലടിപ്പാടുകൾ പിന്തുടർന്ന് സുവിശേഷത്തിൻ്റെ വിളഭൂമിയിലേക്ക് യാത്രയാകാം. വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ
വചനം ഏകുവാനൊരു സാക്ഷ്യം.